ഇന്നാൾ ഞാൻ എമ്പുരാൻ പോയിട്ട് കണ്ടിട്ട് വന്നിട്ട് ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്ളോഗിൻ്റെ അവസാനമായിട്ട് ഒരു 6 മിനിറ്റിൻ്റെ എൻ്റെ ഒപ്പീനിയൻസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാനൊരു ഷോർട്ടായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ത്രെഡ്സിലൊക്കെ ഷെയർ ചെയ്തപ്പം ത്രെഡ്സിൽ കയറി കുറേ കമൻ്റ് ഇട്ടിട്ടുള്ളത് കണ്ടു. അതായത് എനിക്ക് സിനിമയെ പറ്റിയിട്ട് ടെക്നിക്കലി എന്തറിഞ്ഞിട്ടാണ് ഞാൻ ഒരു സിനിമേനെ പരാമർശിക്കുന്നതെന്നും എൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നും ഞാൻ സംഖ്യ ആയതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടപ്പെടാത്തത് എന്നും ഒക്കെ പറഞ്ഞ് കുറേ കോമൻസ് കണ്ടു. ആൻഡ് അതിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടക്കുന്ന ഈ കോൺട്രവേഴ്സിയും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് ഐ വിൽ ഡു എ വീഡിയോ ജസ്റ്റ് ടു റെക്കോർഡ് മൈ തോട്ട്സ്. നിങ്ങൾക്ക് കാണാതിരിക്കാം, ഇറ്റ് ഇസ് അപ് ടു യു. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം ഉള്ളിടത്തോളം കാലം ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. സോ യു ക്യാൻ വാച്ച് ഇറ്റ് ഇഫ് യു വോണ്ട് ടു. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു, യു ഡോണ്ട് ഹാവ് ടു വാച്ച് ഇറ്റ്. പക്ഷേ ഞാൻ ഇതിനെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഇതിൽ നടക്കുന്നതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് എൻ്റെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ടെക്നിക്കലി എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് ഒരു സിനിമയെ പറ്റിയിട്ട് പരാമർശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾക്ക് ടെക്നിക്കലി അറിയുന്ന കാര്യങ്ങൾക്ക് മാത്രമാണോ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒപ്പീനിയൻ പറയാറുള്ളത്? ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സിനിമ കാണുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഈ പ്ലാറ്റ്ഫോം ഉള്ളിടത്തോളം കാലം ഐ ഹാവ് ദ റൈറ്റ് ടു ഡു ദാറ്റ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴത്തേലും നീ ആരാണ് ഈ സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ എന്ന് ചോദിക്കുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു റെസ്പോൺസാണ്. ടു ബിഗിൻ വിത്ത് ഇറ്റ്സ് എ വെരി വീക്ക് റെസ്പോൺസ്. നീ ആരാണ് സിനിമയെ പറ്റിയിട്ട് പറയാൻ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആരാ? ഹൂ ആർ ഓൾ ഓഫ് us? അതിനകത്തൊന്നും ദാറ്റ് മേക്സ് നോ സെൻസ്. അങ്ങനത്തെ ഒരു ചോദ്യത്തിനകത്ത് ഒരു പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ്. ഇറ്റ്സ് എ വെരി വീക്ക് ആർഗ്യുമെൻറ്റ്. പിന്നെ ടെക്നിക്കലി എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളതെന്ന് വെച്ചാൽ ശരിയാണ്, ടെക്നിക്കലി എനിക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലായിരിക്കും. ഞാൻ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യണ ഒരാളല്ല. പക്ഷേ ഒരു സിനിമ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിനിമ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് എല്ലാവർക്കും ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണോ പറഞ്ഞു വരുന്നത്? I obviously know that that's not the case. അപ്പം നിങ്ങളുടെ അഗൈൻ ഗോയിങ് ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് മേക്സ് നോ സെൻസ് ടു ആസ്ക് ലൈക്ക് ദാറ്റ്. പൈസ ചിലവാക്കി കാണുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയാനുള്ള അധികാരം ഉള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അത് നല്ലതാണെങ്കിലും നന്നല്ലാത്ത ഒപ്പീനിയൻ ആണെങ്കിലും ശരി. പിന്നെ എൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നും അതുകൊണ്ടാണോ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാത്തത് എന്നും ചോദിച്ച ആൾക്കാർക്കുള്ളതാണ്. എൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്ക് ഒരു ശരാശരി മലയാളിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഹീ ഹാസ് നോട്ട് ബീൻ സട്ടിൽ അബൌട്ട് ഇറ്റ്. പുള്ളി ഒരു ആൻറ്റി BJP ആളാണെന്നുള്ളതും പുള്ളിയുടെ ലോയൽറ്റീസ് എവിടെയാണെന്നുള്ളതും പുള്ളി വളരെ ഓപ്പണായിട്ട് പല ഇടങ്ങളിലും പല സന്ദർഭങ്ങളിലും ഓപ്പണായിട്ട് പറയുന്നതും കാണിക്കുന്നതും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പുള്ളി ഇനിയിപ്പം എനിക്ക് അനുകൂലമായിട്ടുള്ള, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇടും അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കും എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ കാണാൻ പോണത്. എല്ലാ സിനിമാക്കാർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷേ നമ്മളൊരു സിനിമ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ് അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. നമ്മൾ വായിക്കുന്ന റീഡിങ് ഈസ് പൊളിറ്റിക്കൽ, സിനിമ ഈസ് പൊളിറ്റിക്കൽ, എവറിഥിങ് ഈസ് പൊളിറ്റിക്കൽ. പക്ഷേ നിങ്ങളത് വീണ്ടും കാണാൻ പോകുന്നത് ഇറ്റ്സ് ബിക്കോസ് യു ആർ ഓപ്പൺ ടു ദീസ് പൊളിറ്റിക്കൽ ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. അതുകൊണ്ട് ഇപ്പോൾ പൃഥ്വിരാജ് എൻ്റെ രാഷ്ട്രീയമായിട്ട് അനുകൂലിച്ചുകൊണ്ടൊരു സിനിമ എടുക്കും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ആ സിനിമ കാണാൻ പോകുന്നത്. നമ്മൾ സിനിമ കാണാൻ പോകുന്നത് സിനിമ എന്ന അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ രാഷ്ട്രീയം പുള്ളി ഒളിച്ചു കടത്താൻ നോക്കുന്നുണ്ടോ എന്നൊന്നും അറിയാനല്ല നമ്മൾ ഈ സിനിമ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം നേരത്തെ തന്നെ അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് കാണാതിരിക്കാം സിനിമകൾ. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ് ടു ദം, അവർക്ക് തീരുമാനിക്കാം. അത് ബീയിങ് എ ഡെമോക്രസി, യു ക്യാൻ ഡിസൈഡ് ഇഫ് യു വാണ്ട് ടു ഗോ വാച്ച് ദ മൂവി ഓർ നോട്ട്. അതേപോലെ തന്നെയാണ് ഞങ്ങൾ കാണാൻ പോയവരെല്ലാവരും അത് കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ്. അതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഒരു തരത്തിലും നമ്മൾ അതിനെ നേരത്തെ വിലയിരുത്തിയിട്ടല്ല നമ്മളത് പോയി കാണാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ കോൺട്രവേഴ്സിയുടെ കാര്യങ്ങളെ പറ്റിയിട്ട് ഐ വിൽ ഗെറ്റ് ടു ഇറ്റ് ഇൻ എ ബിറ്റ്. പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ചാലും ആസ് എ സിനിമ വളരെ മോശപ്പെട്ടൊരു സിനിമ തന്നെയായിരുന്നു.
എമ്പുരാൻ. ഈ പറഞ്ഞതുപോലെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടു നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, ഹോളിവുഡ് ലെവൽ എക്സ്പീരിയൻസ് ആണ് അത് കാണുമ്പം. നമ്മൾ ഇത്രയും സ്കെയിലിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല ആ സിനിമ. മേ ബി ഓൾ ഓഫ് ദാറ്റ് ഇസ് റൈറ്റ്. പക്ഷേ ദ സ്ക്രിപ്റ്റ് വാസ് വീക്ക്. ഒരു സിനിമയുടെ നട്ടെല്ലെന്നുള്ളത് അതിൻ്റെ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് ഇത്രയും വീക്കായതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്രയും സ്ലോ മോഷൻസും ഇത്രയും എന്താ പറയുക, ഇത്ര മണിക്കൂറുകളോളം അവർക്ക് ഇത് കാണിക്കേണ്ടി വരുന്നത് ആ സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. പിന്നെ വേറൊരു ടാക്ടിക് അവർ വളരെ ക്ലിയർലി വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ടാക്ടിക് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് റേജ് ബീറ്റിംഗ്. ബേസിക്കലി ആൾക്കാർ പ്രശ്നമുണ്ടാക്കും എന്നറിയാവുന്ന കാര്യങ്ങളെ കരുതി കൂട്ടി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ ചേർത്ത് കൂട്ടിയിട്ടുണ്ട്. അതാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരണത് എന്തുകൊണ്ടാണ് അവർക്ക്? കാരണം സിനിമയിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. മുരളി ഗോപി തന്നെ എഴുതിയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളൊരു സിനിമയുണ്ട്. അതിവിടെ വന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർ ആരെയും കണ്ടിട്ടില്ലായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ പുള്ളി വളരെ വ്യക്തമായിട്ട് എന്ത് രസത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് ആ സിനിമ. ആസ് എ മൂവി, ലൈക്ക് ലുക്കിംഗ് അറ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദാറ്റ് മൂവി, എന്ത് രസത്തിലാണ് പുള്ളി അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതിനകത്ത് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഷാലോ, ഇറ്റ് ഈസ് സോ എന്താ പറയുക, ഡെപ്ത് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ പുള്ളി പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പം നൗ വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ കോൺട്രവേഴ്സീസ്. ഓക്കെ, ഇപ്പം ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സ് പ്രോ ഹിന്ദു ഇതിലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, എവ്രിതിങ് ദറ്റ് ഹി ഹാസ് റിട്ടൺ ഇറ്റ് വിത്തൗട്ട് ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് മോസ്റ്റ് ഓഫ് ഇറ്റ്. ഇതിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു ഡെപ്ത് ഇല്ല എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഹിസ്റ്റോറിക്കലി നിങ്ങൾ റെലവെൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പറയൂ, ആരും വേണ്ടെന്ന് പറയുന്നില്ല. ഒരു നട്ടലുള്ള സിനിമയാണെങ്കിൽ അതിൽ ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നിങ്ങൾ പറയുക തന്നെ ചെയ്യണം. പക്ഷേ അതല്ല. നിങ്ങൾ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്നാൽ പോലും നിങ്ങളത് യു ഹാവ് ഡൺ ഇറ്റ് വിത്ത് സച്ച് ലെസ് ഡെപ്ത്, യു ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് റിയലി അണ്ടർസ്റ്റാൻഡിങ് ദി ആക്ച്വൽ ഹിസ്റ്ററി ഓഫ് ഇറ്റ്, ഓർ റാദർ യു ഹാവ് ഡൺ ഇറ്റ് വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് മാനിപ്പുലേറ്റിംഗ് ദറ്റ് ഹിസ്റ്ററി ഓഫ് ഇവൻറ്റ്സ്. നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഹിസ്റ്ററി മാറുന്നില്ല. ഓക്കെ, ഗുജറാത്ത് കലാപത്തിൽ എത്രത്തോളം നമ്മൾ ഇപ്പം ഹിന്ദു മുസ്ലിം റൈറ്റ്സിനെ പറ്റിയിട്ട് പറയാനാണെങ്കിലും എന്താണെങ്കിലും ശരി, ആ സംഭവത്തിൽ അതിൽ നടന്നത് എല്ലാം ഇറ്റ് വാസ് എന്താ പറയുക, ഡിപ്ലോറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത്. ആരും അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ദർ ഈസ് ഓൾസോ സംതിങ് ദാറ്റ് ലെഡ് ടു ദാറ്റ്. എന്തുകൊണ്ട് അത് കാണിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് വരുന്നില്ല? നിങ്ങൾ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാനാണെങ്കിൽ വൈ ഡു യു നോട്ട് ഹാവ് ദ ബോൾസ് ടു ഷോ ദാറ്റ്? അതില്ലാതെ ഇത് മാത്രം കാണിക്കുന്നു. ശരി, ആയിക്കോട്ടെ. പിന്നെ ഇപ്പം നാട്ടിലെ എന്താ പറയുക, പൊളിറ്റിക്സിനെ പറ്റിയിട്ടും നാട്ടിലെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടാണെങ്കിലും ശരി, കോൺഗ്രസ് എന്ന പാർട്ടീനെ പറ്റിയിട്ട് കുറേ ഇതുപോലെ ഇങ്ങനെ അവിടുത്തെ നെപ്പോട്ടിസത്തിനെ പറ്റിയിട്ടൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്ത് പുള്ളി തന്നെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്തുകൊണ്ട് നാട്ടിലത്തെ ശരിക്കത്തെ അവസ്ഥ കാണിക്കുന്നില്ല? കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളത്തിൽ എന്താണ് അവിടെ നടക്കുന്ന അവസ്ഥ എന്നത്, അതിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് വൈ ഡിഡ് യു ഹാവ് ടു ബ്രിങ് ആൻ എക്സ്റ്റേണൽ, ഇപ്പോൾ BJP എന്നുള്ളൊരു പാർട്ടി നാട്ടിൽ വന്ന് എന്ത് രീതിയിലാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ നാട്ടിൽ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് പാർട്ടികളും അവരുടെ പോഴത്തരങ്ങളും കാണിക്കാൻ എന്തുകൊണ്ടാണ് ധൈര്യപ്പെടാത്തത്? ഇത്രയും വലിയ ധൈര്യമുള്ള ഒരാൾക്ക് അതിനെ എന്തുകൊണ്ടാണ് ഒളിച്ചും മറിച്ചും കാണിക്കാൻ ശ്രമിക്കുന്നത്? ഇത്രയും ഒക്കെ പറയാനുള്ളപ്പം നിങ്ങൾക്ക് മര്യാദയ്ക്ക് പറയാമല്ലോ. ഇതൊക്കെ എപ്പോഴാണ് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു അടിസ്ഥാനം വേണം. അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഈ സിനിമ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ട്രൈഡ് ടു എന്താ പറയുക, ഒരു തരം ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഈ സിനിമ നമുക്ക് ഓട്ടിക്കാം എന്നുള്ളൊരു പ്ലാനിൽ മാത്രമാണ് നിങ്ങൾ ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. ആൻഡ്
അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കുന്നുണ്ടാവും. കുറേ ആൾക്കാർ ഇത് കേട്ടിട്ട് ഇൻസ്റ്റിഗേറ്റഡ് ആവുന്നുണ്ട്. അവർ ഇപ്പം നിങ്ങൾ നൗ യു ഹാവ് സെഡ് ദറ്റ് യു വിൽ edit your movie, censor your movie. Do you think the audience is an idiot പക്ഷേ? നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും whatever you do, what you present, അപ്പോൾ did you already know that this is going to happen, and did you already have a plan in place where you thought that okay, ഇങ്ങനെ വലിയ കൈവിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളിത് പോയിട്ട് 10-17 കട്ടൊക്കെ എഡിറ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാം? Did you have a plan in place already? Were you already expecting this? ഇപ്പം അങ്ങനെ ആണെന്ന് തന്നെ വെച്ചോളൂ. നിങ്ങളിത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നവരും ഈ സിനിമ കാരണം പൃഥ്വിരാജ് എന്തോ വലിയൊരു എന്താ പറയുക ഒരു നാടിനെ രക്ഷിക്കുന്ന ആയിട്ട് വരുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്നും ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് ഇതിൽ എന്താണ് ഇത്രയും ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യമെന്നും ശരാശരി ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എത്ര തന്നെ നിങ്ങളെല്ലാവരും കൂടെ എന്താ പറയുക ഇപ്പം വന്നിട്ട് ഇതിങ്ങനെ നിങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. അതിൻ്റെ പേരിൽ കുറേ പേര് സിനിമ കണ്ടോട്ടെ, പൈസ ഉണ്ടായിക്കോട്ടെ എന്ന് മാത്രമാണ് നിങ്ങൾ കരുതുന്നത്. നിങ്ങൾ അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇത് ഇങ്ങനെ കരുതിക്കൂട്ടി ഇതിനകത്ത് വില്ലൻ്റെ പേര് ബജ്റംഗി എന്ന് വെക്കാനും എന്താ പറയുക ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണിക്കാനും ഒക്കെ നിങ്ങളിതെല്ലാം ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കും അറിയാം ദാറ്റ് യു ആർ ഡൂയിങ് ദിസ് ടു ആസ് എ പാർട്ട് ഓഫ് റേജ് ബെയിറ്റിംഗ്. കാരണം അതില്ലെങ്കിൽ ഈ സിനിമയിൽ ഒന്നുമില്ലെന്നും ഈ സിനിമ ഓടില്ല എന്നുള്ളതും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളിത് ചെയ്തത്. നിങ്ങൾക്ക് അത്രയും ബുദ്ധിയില്ലാത്ത ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പൃഥ്വിരാജ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ഇത് ചെയ്തിട്ടുള്ളത് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള സത്യം. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് യു ഓൾസോ വെരി ക്ലിയർലി നോ ദാറ്റ് ദർ ഇസ് നത്തിങ് ഇൻ ദി സ്ക്രിപ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. Now coming to the controversy of this. Obviously in a country as big as India with so many people, അത് പല ബാക്ക്ഗ്രൗണ്ടുകളും പല അനുഭവങ്ങളും ഉള്ള ഇത്രയും ആൾക്കാരുള്ളപ്പം ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ അതായത് നിങ്ങളൊരു തീപ്പൊരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ലിറ്ററലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഫിസിക്കലി നിങ്ങൾക്ക് റയറ്റ്സ് അത്രയ്ക്കും ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. അതായത് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുക, ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ നോക്കുക, ഈ തരത്തിലുള്ള ഒരു അനിമോസിറ്റി ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ സിനിമയിലൂടെ മീഡിയം ഈ വിഷ്വൽ മീഡിയയിലൂടെയാണ് പലവരും ചെയ്യാൻ നോക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി കൊമേഡിയൻസ് who get up on stage to do stand-up comedy, and even if it is movies that are being made or series that are being made, അങ്ങോട്ട് എറിഞ്ഞങ്ങോട്ട് നോക്കുകയാണ്. അത് എതുവരെ പോകുന്നു നമുക്ക് നോക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ. ആൻഡ് ഇത് കാണുമ്പോഴത്തേലും ഇപ്പം എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദ മൂവി ഈസ് ഡീപ്പ് ഇനഫ് ടു ഡിസേർവ് ദിസ് കൈൻഡ് ഓഫ് ഡിസ്കഷൻ ഫ്രം ദ ലാർജർ പോപ്പുലേഷൻ. അത്ര ഡീപ്പായിട്ടുള്ള പൊളിറ്റിക്സോ ഒന്നും അവർ ഇതിനകത്ത് കറിക്കുന്നില്ല. വളരെ ചീപ്പായിട്ടുള്ള ടാക്ടിക്സാണ് ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ്. And this is what I genuinely feel about how the movie, about this movie. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നടക്കുന്ന ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇറ്റ് ഈസ് ബിയോണ്ട് what that movie deserves. And this is exactly what the movie probably tried to do, and that is why this might be, and in that sense, Prithviraj Sukumaran might be a very good businessman. പക്ഷേ ഇതിലാകെ ഉള്ളൊരു ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഉത്തരം ഒന്നേ ഉള്ളൂ. ഈ സിനിമ ഇങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അത് കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവർ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവർ എന്തൊക്കെ വെട്ടിയെന്ന് കാണാൻ വേണ്ടി കുറേ പേര് കയറും. ഇതൊക്കെയാണ് ഇവരുടെ പ്രതീക്ഷ എങ്കിൽ ഡോണ്ട് പ്ലേ ഇൻ ടു ദാറ്റ്. അത് കാണാതിരിക്കുക. പിന്നെ അത് വിളിച്ച് പറയണ്ട, ഞാൻ ഈ സിനിമ ബഹിഷ്കരിക്കുന്നു എന്ന് വിളിച്ച് പറയാതിരിക്കാമല്ലോ. അപ്പോഴും any publicity is good publicity. അതാണ് ഇവരുടെ എല്ലാവരുടെയും ടാക്ടിക് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ആലോചിച്ചാൽ മതി. എനിവേ, അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഇതിനെ പറ്റിയിട്ട്. കാര്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇത്രയും
റേജ് ബെയിറ്റിംഗ് കൊണ്ട് മാത്രം ഈ സിനിമ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ഫെയിലിയർ ഓൺ യു പൃഥ്വിരാജ്. ഇറ്റ്സ് എ ഫെയിലിയർ ഓൺ ദ ഡയറക്ടർ ദാറ്റ് യു വോണ്ട് ടു ബിക്കം. ഇഫ് യു ഫീൽ ദാറ്റ് ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് കോൺഫിഡൻസ്, നിങ്ങളുടെ സിനിമ നന്നായി ഓടും, ഇതൊന്നും ഇല്ലെങ്കിലും ഓടും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളിലോ നിങ്ങളുടെ എഴുത്തുകാരിലോ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫെയിലിയർ ഓൺ യുവർ പാർട്ട്. അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ.